ഈ പലപ്പോഴും ഈ സ്കൂളിലെ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ലഹരി വസ്തുക്കൾ പിടിച്ചതായിട്ട് പലപ്പോഴും റിപ്പോർട്ടുകൾ വരാറുണ്ടല്ലോ. അവരെ നമുക്ക് ഏത് രീതിയിലാണ് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു വാർത്തയൊക്കെ ആയി കഴിഞ്ഞാൽ അതുങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. പലരും സ്കൂളിൻ്റെ സൽപ്പേര് ഓർത്ത് ചിലർ അത് മിണ്ടാതിരിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ അധികാരികൾ ഏതെങ്കിലും രീതിയിൽ അതിനെ അങ്ങ് ഒന്ന് മയപ്പെടുത്തി വിടുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ 25 വയസ്സ് താഴെയാണ് ഈ കേസെടുക്കുന്ന ആളുടെ പ്രായമെങ്കിൽ, 18 വയസ്സ് താഴെയാണെങ്കിൽ പ്രതി എന്നല്ല വിളിക്കുന്നത്, നിയമം പരിരക്ഷയുള്ള കുട്ടി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കേസെടുക്കുന്നത്. ജാമ്യം അവിടെ തന്നെ വെച്ച് ഓഫീസിൽ വെച്ച് തന്നെ ജാമ്യം കൊടുക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ നിയമപ്രകാരം കൗൺസിലിംഗ്, അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന 4 പ്രാവശ്യത്തെ കൗൺസിലിംഗ്, ആ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകി അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ആ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് ആദ്യ പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏത് തരത്തിലാണ് ഈവൻ ഇതിനകത്ത് പെട്ടു പോയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അവന് കൊടുക്കുന്ന ഒരു വാണിംഗ് പോലാണത്. അപ്പം തുടർന്ന് ആ പരിരക്ഷ കിട്ടില്ല, ഒരു പ്രാവശ്യം അങ്ങനെയുള്ള പരിരക്ഷ കിട്ടുകയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ നമ്മൾ പോയി കണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടെടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കേസ് എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വരും. ഓക്കെ. പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് സ്കൂളുകളിൽ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചതിനെതിരെ വലിയ പ്രതിഷേധം, അധ്യാപകർ ബാഗ് പരിശോധിച്ചെന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ സ്വകാര്യതയോ അല്ലെങ്കിൽ അവർ ആത്മാഭിമാനത്തെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം വാദം ഉയർത്തിയ. ശരിക്കും അത് നടപ്പാക്കേണ്ടതല്ലേ? പിന്നെ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? അത് 100% 100 100ൽ കൂടുതൽ ശതമാനം നടപ്പിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ ബിഹേവിയറിനേക്കാൾ കൂടുതൽ അവൻ്റെ ഷർട്ട് അല്ലെങ്കിൽ പോക്കറ്റ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ അവൻ്റെ ബോക്സ് അല്ലെങ്കിൽ ബാഗ് ഇങ്ങനെയുള്ള സാധനം അതിനകത്ത് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ 100% ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% പരിശോധന നടത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി നടത്തുന്നത് നമ്മുടെ സമൂഹത്തിന് ദൂഷ്യകരമായിട്ടുള്ളൊരു ദോഷം ചെയ്യും.